നൈസായിട്ടൊരു പണി കിട്ടി. ഗൈസ്, ഈ ഒരു ഇരുട്ട് നോക്കേണ്ട കാര്യം, ഇത് ഓട്ടോയിൽ നിന്ന് എടുക്കുന്ന ഒരു വിഷ്വലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7:30 മണിയായി. ഞാൻ യാത്ര ചെയ്യുന്നത് ഗോവയിലേക്കാണ്. അപ്പോൾ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഓൾറെഡി മഴയുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നൊരു യൂബർ ബുക്ക് ചെയ്ത് ഞാൻ ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയുള്ള വീഡിയോ ആണ് ഈ എടുത്തേക്കുന്നത്. നമുക്ക് എൻ്റെ ഒപ്പം തന്നെ ഒരു സഹയാത്രികൻ കൂടിയുണ്ട്. അദ്ദേഹം ആ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കുറച്ച് മുൻകൂട്ടി തന്നെ ഇറങ്ങി, മഴ ചെയ്തുകൊണ്ട് വല്ല ബ്ലോക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ മുൻകൂട്ടി തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. അങ്ങനെ നമുക്ക് ട്രെയിൻ കൺഫേം ആയിട്ടുണ്ട്. B1 ആണ് കിട്ടിയേക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. എന്താ ബ്രഷ് എടുക്കാൻ പറഞ്ഞത്, ഞാനപ്പോൾ ഒരു ബ്രഷ് വാങ്ങി. പിന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ B1 നമ്മൾ കമ്പാർട്ട്മെന്റിൽ കാലെടുത്ത് വെക്കുകയാണ്. ഞാൻ നമുക്ക് ഈ ബാഗ് കൊണ്ട് വെച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റ്. നാളെ രാവിലെ അവിടെ എത്തും. ഒരു 11 മണി ടൈമാണ് പറയുന്നത്. നിലവിലാരും റൂമിൽ വന്നിട്ടില്ല. അതെ. ഞങ്ങളിപ്പോൾ സ്റ്റേഷൻ മഡ്ഗാവ് എത്തി. പക്ഷേ ഞങ്ങൾ എടുത്തേക്കുന്നത് വേറെ സ്റ്റേഷനിലേക്കാണ്. TV എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ കൂടി ദൂരമുണ്ട്. അത് കറക്റ്റ് 1 മണിക്കൂർ എത്തുമ്പോഴേക്കും നമ്മളുടെ റൂം എടുത്തേക്കുന്ന ആ സ്ഥലത്ത് കറക്റ്റ് സ്പോട്ടിലെത്തും. അതാണ് പ്ലാൻ ചെയ്തത്. ഹലോ, ഞങ്ങളിപ്പോൾ TV റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ യൂബർ കിട്ടുമെന്ന് നോക്കണം. യൂബർ അവൈലബിൾ ആണെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും ഞങ്ങൾ ഗോവ മണ്ണിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യൂബർ ടാക്സിയോ അല്ലെങ്കിൽ ടാക്സിയോ വിളിച്ചിട്ട് പോകും. ഇതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ ഇവർ യൂബർ ഓട്ടോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഏതായിരുന്നു ആപ്പ്? ഏതാണ്? ഗോവ മൈൽസ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ആ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ആ പോകേണ്ട ഒരു റൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 15 മിനിറ്റാണ് അവർ കാണിക്കുന്നത് ടൈം. എന്തായാലും അതിൽ പോകാം. ഇവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 900 രൂപ ഇവിടെ നിന്നുള്ള എമൗണ്ട് അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ ആ ഗോവ മൈൽസിൽ ചെയ്യുമ്പോൾ ഒരു 600 സംതിങ് വരുള്ളൂ. 300 റുപ്പീസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ തീം റെയിൽവേ സ്റ്റേഷൻ. അത്ര വലിയ റെയിൽവേ സ്റ്റേഷൻ അല്ല, എങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അത് വന്ന് അത്യാവശ്യം ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടി ഇപ്പം അങ്ങോട്ട് പോകുന്നു. എന്തായാലും വരും വീഡിയോയിൽ കാണാം. ഈ റോഡൊക്കെ കാണുമ്പോൾ കറക്റ്റ് കേരളത്തിൽ അതേപോലെ തന്നെ സെയിം വണ്ടികളും കുണ്ടും കുഴികളൊക്കെ കുറവാണ്. റോഡ് നല്ല റോഡുകളാണ്. പക്ഷേ അതിൻ്റെ ഒരു വീടുകൾ വെച്ചേക്കുന്നതും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സെയിമാണ്. അങ്ങനെ യാതൊരു നമ്മൾ വേറൊരു അതെ പാലാരിവട്ടത്തിൽ നിന്ന് കാക്കനാട് വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണല്ലേ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂം. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. തൊട്ടടുത്ത് തന്നെ വൈൻ കടയുണ്ട്. ഇതാണ് നമ്മുടെ റൂം. 1575 രൂപ. AC ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യമുണ്ട്. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ഒരു ബാത്റൂം പറഞ്ഞത്. കുഴപ്പമില്ല, അത്ര വലിയ സെറ്റപ്പ് അല്ലെങ്കിലും AC ആണ്. 1500 രൂപ നമുക്കൊരു റൂം കിട്ടി. ഇത് ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി കുളിച്ച് റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് എന്നാണ് പറയുന്നത്. ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. എന്തായാലും നോക്കാം. ഇത് ഒരു വിജനമായ വഴി പോലെയുണ്ട്. അതൊക്കെ ഇത് ലോക്കൽ ബീച്ചിലോട്ടുള്ള വഴികളുണ്ട്. ഇത് ബീച്ചിലേക്കുള്ള എൻട്രിയാണ്.
നമ്മളിൽ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കാര്യം നല്ല വെയിലും ഉണ്ട്, പിന്നെ അത്ര ക്രൗഡായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ബൈക്ക് ഇപ്പോൾ ഇന്നൊരു 500 രൂപക്ക് ബൈക്ക് കിട്ടും. അതിനിപ്പോൾ ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് തിരിച്ചു കൊടുക്കണം. 500 രൂപ പറയണം. എന്തായാലും ബൈക്ക് എടുക്കാൻ ഇവിടുത്തെ റിസപ്ഷനിലെ ആൾ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബൈക്കിലൊന്ന് യാത്ര ചെയ്ത് നോക്കാം. നമ്മുടെ ഈ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മളില്ലേ അവിടെ നിന്ന് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ നേരെ ബീച്ചിൻ്റെ സൈഡിൽ വന്നേക്കുന്നു. അത്യാവശ്യം നമ്മളുടെ ബ്രോഡ്വേ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, മുട്ടിന് നമുക്ക് വൈൻ ഷോപ്പുകൾ കാണാൻ പറ്റും. ഈ ബീവറേജിൽ നമ്മളുടെ നാട്ടിൽ പോയി നിൽക്കുന്ന പോലെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഇത് കണ്ട, ഇത് വൈൻ ഷോപ്പാണ്. ഇതുപോലെ തന്നെ കുറേ കടകളുണ്ട് അടുത്തടുത്ത് തന്നെ. വൈൻ ഷോപ്പാണത്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കൂടി കഴിക്കണം. രാത്രി അത്യാവശ്യം നല്ല ഒരു വൈബായിരിക്കും, ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ. ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് നോക്കണ്ട. നമ്മളിവിടെ ഇരുന്നു. ഇതാണ് നമ്മൾ ഇരുന്ന സ്ഥലം. ഓർഡർ എടുത്ത് പോയി. സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. കണ്ടില്ല, നല്ല വിലയുണ്ട് അത്യാവശ്യം. ഇവർ ഈ സ്ഥലത്തിൻ്റെ ഒരു വൈബിൻ്റെ റേറ്റ് കൂടിയാണ് അവരെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ വെയിലത്ത് തന്നെ ഒരു കുടയൊക്കെ വെച്ച് കുറേ ആൾക്കാരോട് ഇരിക്കുന്നുണ്ട്, ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പോകണം. നമ്മൾ ആദ്യം സ്ഥലത്ത് ഒരു ബീച്ച് കണ്ടിരുന്നില്ല, അവിടെ നിന്ന് നോക്കിയ കാണുമ്പോഴുള്ള കാഴ്ചയാണ് ഇവിടെ ഇത്രയും ക്രൗഡെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പാരാഗ്ലൈഡിങ് പോലത്തെ, പിന്നെ സ്പീഡ് ബോട്ട്. ആൾക്കാർ ക്രൗഡായിട്ട് നിൽക്കുന്നത് അതിൽ കയറാനുള്ള ആൾക്കാരാണ്. അവനൊരു ബിയറും ഷർട്ടും വാങ്ങിച്ച് ഇരിക്കണം. ഞാൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ടക്കിയിലാണ് വാങ്ങിയേക്കുന്നത്, ടക്കിയില. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വന്നിട്ട് ഇങ്ങനെ നമ്മൾ കാഴ്ചയും കണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി വേറെ ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോവാം. നമ്മളിപ്പോൾ ബാഗ ബീച്ചിലാണ് എത്തിയേക്കണം. ബാഗ ബീച്ച് അടുത്തായിരുന്നു.
ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരു നൈറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ലോവർ അഗോഡ എന്നും പറഞ്ഞൊരു ബീച്ച് തന്നെ അവിടെ വന്നേക്കണം രാവിലെ. പിന്നെ ഇതിനകത്തൊരു കാര്യം പറഞ്ഞത് നമ്മൾ 2 വീലർ റെൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം നമുക്ക് മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. വണ്ടിയുടെ കാര്യം സെയിം മോഡൽ ഫാസിനോ ആണ് ഏറ്റവും കൂടുതലിവിടെ ഉള്ളത്. അപ്പോൾ നമ്പർ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ വണ്ടി ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരും. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ ആ ലൊക്കേഷനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം വാട്സപ്പിലൊക്കെ. നമ്മൾ നൈറ്റ് പല സ്ഥലങ്ങളിൽ പോയാൽ തിരിച്ച് വരാൻ എളുപ്പം. ലോവർ ഫോർട്ട് എന്നാ പറയുന്നത്, ലോവർ ഫോർട്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് അവിടെയായിട്ടാണ്. അതാണ് കാലങ്കോട് ബീച്ച്. പിന്നെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഭാഗ്യ ബീച്ച്. ഇതാണ് ഇന്നലെ നമ്മൾ പോയ സ്പോട്ടുകൾ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഇത് കഴിഞ്ഞ് ഒരു 10-10:30 ആകുമ്പോൾ തിരിച്ച് നമ്മുടെ റൂമിൽ പോയിട്ട് അഞ്ചുനയിലേക്ക് പോകും. ഇന്ന് നൈറ്റ് അഞ്ചുനയിൽ സ്റ്റേ ചെയ്യും. അതാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു സ്പോട്ട് ശരിക്കും പോർച്ചുഗീസുകാർ പണിതതാണ്. അതായത് പോർച്ചുഗീസുകാർ ഡച്ചുകാരുടെ ആക്രമണത്തെ ഭയന്ന് അവർ ഈ കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ ഭയന്ന് അവരുണ്ടാക്കിയ ഒരു കോട്ടയാണ് ഇത്. അപ്പോൾ എന്തെങ്കിലും ആക്രമണം വരുമ്പോൾ ഇവർ ഇവിടെ നിന്ന് ഒളിച്ച് അവരെ ആക്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1612 ആ സമയങ്ങളിലാണ് ഈ ഒരു കോട്ട ഇവിടെ പണിതത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒരു അട്രാക്ഷനായിട്ട്, ഗോവയിലൊരു അട്രാക്ഷനായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പിന്നെ ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇവിടെ വെള്ള സംഭരണി ഉണ്ടായിരുന്നു, അതായത് കിണറുകൾ പോലെ. അപ്പോൾ ഷിപ്പുകൾ വരുമ്പോൾ ഇവിടെ നിന്ന് ഇവർ വെള്ളം സംരംഭിച്ച് പോകാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇതാണ് ആ ഗോഡ ഫോർട്ടിലെ ഒരു ചെറിയൊരു ഹിസ്റ്ററി. ഈ ഒരു സ്പോട്ട് ദിൽ ചാഹത്താ ഹൈലൊക്കെ കാണിക്കുന്നുണ്ട് അവരിവിടെ നിന്നിട്ട് ഫോട്ടോ. ദിൽ ചാഹത്താ ഹൈ അല്ല, കുറേ പടങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒരു സ്പോട്ടാണിത്. രംഗിത ബസന്തി അങ്ങനത്തെ പടങ്ങളിലൊക്കെ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റാണ്. 1 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അവനിപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കണം. അതായത് തത്കാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടും. അപ്പോൾ അതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നാളെ ഉള്ള ട്രെയിൻ ഏതാണോ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ നേരത്തെ. കാര്യം വെയിറ്റിംഗ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനകത്ത് അത്രയ്ക്കും റഷ് ഉണ്ട്. ഇളനീർ കുടിച്ചു. ഒരു ഇളനീറിന് 100 രൂപ. ഇച്ചിരി കത്തിയാണ്, പക്ഷേ ഇച്ചിരി കൂടുതലാണ്, കത്തിയാണ്. കൂടുതലും റെൻ്റ് ബൈക്ക് ഇതായിരിക്കും ഇവിടെ. ഫാസിനാണ് കൂടുതലും റെൻ്റ് ബൈക്ക്. അപ്പോൾ നമ്പർ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണമായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മളത് രാത്രിയൊക്കെ വന്ന് കണ്ടെത്താൻ പണിയാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അഞ്ചുനാലേക്ക് പോകണം, ബീച്ചിലേക്ക്. അപ്പോൾ അവിടെ സ്റ്റേ ഉണ്ട് ഓൾറെഡി. നമ്മളപ്പോൾ ഇവിടെ ലോക്കൽ സർവീസ് വല്ലതും കിട്ടുമെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വല്ല ഓട്ടോ വിളിച്ച് പോകും. പിന്നെ ഞങ്ങളിന്ന് സ്നാക്സ്, രാവിലത്തെ ഫുഡായിട്ട് ഒരു പ്രോട്ടീൻ ബാർ അതാണ് കഴിച്ചേക്കുന്നത്. പിന്നെ പോണ വഴിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നോക്കണം.
നമ്മളിവിടെ നിന്നൊരു ലോക്കൽ ബസ് പിടിച്ചപ്പോൾ ബസ്സിലിരിക്കുന്നു. ഒരു സംഭവം പറ്റി. ആ ബസ്സിൽ കയറിയത് വേറെ സ്ഥലത്താണ് പോയി നിൽക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും 6 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിനി സമയം കളയണില്ല. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഏതെങ്കിലും ഒരു കാറോ അല്ലെങ്കിൽ റിക്ഷ പിടിച്ചിട്ട് 5 മിനിറ്റിലേക്ക് പോകും. നൈസായിട്ട് വീണ്ടും ഒരു പണി കിട്ടി. നമ്മൾ കാറ് ബുക്ക് ചെയ്തു, പക്ഷെ കാറ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും പറഞ്ഞില്ല. പിന്നെ അവർ പറഞ്ഞു ഈ നിലവിൽ നമ്മളുടെ ഈ പരിസരത്ത് സംപ്രേഷണം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വീണ്ടും നമ്മളിവിടുന്ന് ബസ് അഞ്ജുന എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ ബസ് വഴി തന്നെ പോകാൻ നിൽക്കണം. 6 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ ഇവിടെ സ്ഥലത്തെത്തിയിട്ടാണ്. ഇത് ആ ബസ് പോകുന്ന വഴി തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനി വേറെ ഒരു ബസ് പിടിക്കേണ്ട ആവശ്യമില്ല. ബീച്ചിന് അടുത്ത് തന്നെ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. റെൻ്റ് ബൈക്ക് എന്തായാലും എടുക്കണം. ഇവിടെ ആളില്ലെന്നാണ് പറയണത്. പുള്ളി ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ വരാമെന്ന്. എല്ലാം ക്ലോസ്ഡ് ആണ്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ റൂം. അടുത്ത വണ്ടി വന്നിരിക്കുന്നു. ഇതും ഫാസിന് തന്നെ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്ന് കയറിയതാണ്. ഗൈസ്, ഇവിടുത്തെ ബട്ടർ ചിക്കൻ ഇല്ലേ, സംഭവം പറയാതെ വയ്യാട്ടോ. ഗോവയിലെ ബട്ടർ ചിക്കൻ വളരെ ടേസ്റ്റാണ്. സംഭവം ഒന്ന് ട്രൈ ചെയ്ത് ഇവിടെ വന്ന ബട്ടർ ചിക്കൻ. നമ്മളിപ്പോൾ ഇല്ലേ ചപ്പോറ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ചപ്പോറ ഫോർട്ട്. വണ്ടി ഇങ്ങടേക്ക് കയറ്റില്ല, വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. അത് 20 രൂപയാണ് വണ്ടി പാർക്കിംഗ് വരുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് കയറി വരുന്നത് നേരെ ഇതിലേക്ക് കയറാം. 50 രൂപ വരുന്നു. സ്റ്റെപ്പ് കയറാനുണ്ട് മേളിലേക്ക്. ഉണ്ടോ, അത്യാവശ്യം ഹൈറ്റ് വരെ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി വരണം. ചപ്പോറ ഫോർട്ട്. നമ്മൾ നേരെ മുകളിൽ നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രിയാണ് ഇവിടെ കാണിക്കുന്നത്. അത്യാവശ്യം മുകളിൽ ആണിപ്പോൾ കണ്ടില്ലേ. ഈ ചപ്പോറ ഫോർട്ടിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, പോർച്ചുഗീസുകാർ മാരത്താർക്ക് എതിരെ അവർ ആക്രമിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണെന്നാണ് ഇവർ പുരാതന കാലത്ത് പറയുന്നത്. 1717 AD കാലഘട്ടത്തിലാണ് ഇവരത് പോർച്ചുഗീസുകാർ പുനർനിർമ്മിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ദിൽചാഹത്തെ പോലുള്ള പടങ്ങളൊക്കെ വന്ന് ഇതിൽ നിന്ന് കുറേ ഷോട്ടുകൾ എടുത്തപ്പോൾ ഈ ഒരു ഏരിയയും ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. വെയിൽ ശരിക്കും ഭയങ്കര ഒരു, നമുക്ക് അധികം നടക്കാനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ വരുമ്പോൾ ഒരു കുടയോ തൊപ്പിയോ എന്തെങ്കിലും കൈ കരുതിയാൽ നല്ലതായിരിക്കും. ഈ ഉച്ചയ്ക്ക് ഇറങ്ങാണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. ഒരു ഈവനിങ് ടൈം കൊള്ളിച്ച് വരുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ വഗേറ്റർ ബീച്ചിലേക്ക് വന്നു. വഗേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഒരു ബീച്ച് തന്നെയാണ്. കൂടുതൽ സ്ഥലങ്ങൾ ബീച്ചുകൾ തന്നെയാണ് ഇവിടെ. അതാണ് ചപ്പാറ ഫോർട്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് നോക്കിയത്. വണ്ടി നേരെ നമ്മൾ ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് പോയത്.
നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വന്നതിൽ കണ്ടതിൽ ഏറ്റവും നല്ല മനോഹരമായ ബീച്ച് എന്ന് പറയാം. അത്യാവശ്യം നല്ല ക്ലീനുമാണ്, നല്ല സ്പേസാണ്. പിന്നെ തൊട്ടടുത്ത് മല, അതിനടുത്തുകൂടി വെള്ളം ഒഴുകുന്ന അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണ്. നല്ല ക്ലീൻ സിറ്റി പോലെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല കണ്ടതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ബീച്ചായിട്ടാ. നല്ല വ്യൂസാണ് അടുത്തെല്ലാം. ശിവാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശിവായി ബീച്ച് കേട്ടോ. ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 8 o'clock ആകുമ്പോഴാണ് ഈ ബീച്ചിലൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ മുൻകൂട്ടി വന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ ബീച്ചിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. വെള്ളത്തിൻ്റെ ഒരു പത അടിച്ചിട്ട് വേണ്ട, അതൊരു റൈസ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ അരിയുടെ തരിമണികൾ കിടക്കുന്നത് പോലെയാണ് കല്ലിൻ്റെ മേളിലെ കാണുന്നത്. ഈ മണ്ണും ഈ പതയും കൂടി ഒരുമിച്ച് ഇങ്ങനെ മിക്സായിട്ട് വന്നിട്ടാണ് ഇങ്ങനെ ഈ കാണുന്നത്. ആ ബീച്ചിന് കുറച്ച് നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ അഞ്ചുര ബീച്ച്. നമ്മൾ നൈറ്റ് ആ സൈഡിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ നൈറ്റാണ് പ്രോഗ്രാംസ്. നമ്മളിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോകും. രാത്രി ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ നൈറ്റ് അങ്ങോട്ടേക്ക് പോകും. നമ്മുടെ ഈ ബീച്ചുകളിലൊക്കെ കാണുന്ന ഷെൽസുകളില്ലേ, ഷെൽസുകളാണ് ഈ കാണുന്നത്. അത് ഉണങ്ങി ഈ ഒരു കണ്ടീഷനിലായി. ഇത് നമ്മുടെ ശിവാലിലെ മെയിൻ ഒരു DJ നടക്കുന്ന ഒരു സ്പോട്ടായിരുന്നു. ഇതിലിപ്പോൾ അതൊരു എന്തോ ഒരു ബാൻ കാരണം പൂട്ടിയിട്ടേക്കാണ്. ഇവിടെയാണ് മെയിൻ ശിവാലില കൂടുതലും പാർട്ടികൾ നടക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് കൂടി വരുന്ന ഒരു ബീച്ച് കൂടിയാണ് ഈ ഒരു ശിവാലി. നമ്മൾ അഞ്ചുന ബീച്ച് എൻട്രി കാണിട്ടത്. നമ്മളവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ അഞ്ചുന ബീച്ച് എൻട്രിയിലേക്ക് കടന്നു. ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കലോറി പറഞ്ഞിട്ട്
ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് രാവിലെ ഇറങ്ങി. ഇതിനകത്ത് വേറെ സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രെയിൻ ബുക്ക് ചെയ്തത് ക്യാൻസലേഷൻ ആയിപ്പോയി. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരെ മഡ്ഗാവ് ചെയ്യും. ചെന്ന് അവിടെ നിന്ന് നമ്മൾ മാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും ട്രെയിൻ. എന്നിട്ട് മാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഒന്നെങ്കിൽ ബൈ ബസ് അല്ലെങ്കിൽ പിന്നെ ബസ്സോ ട്രെയിനോ അതേതാണോ അവൈലബിൾ അങ്ങനെ പോകും. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾക്ക് ടിക്കറ്റ് കൺഫേമേഷനായിട്ട് വരുന്നതായിരിക്കും ഫാമിലി കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് വരും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ലോക്കൽ ടാക്സി വിളിച്ചു, 200 രൂപ പറയണേ. മപ്പൂസ എന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമുക്കപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് മഡ്ഗാവിലേക്ക് ബസ് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ബസ് പിടിച്ചിട്ട് മഡ്ഗാവിൽ പോയി ചെല്ലും. മഡ്ഗാവിൽ ചെന്നതിന് ശേഷം നമ്മൾ മാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് എടുത്ത് അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു മനസ്സിലായ കാര്യം, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഓട്ടോ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ. ബസ് സർവീസ് ആണെങ്കിലും അങ്ങനെ കണ്ടിന്യൂ ആയിട്ടുള്ള ബസ്സൊന്നും നമ്മൾ കാണാനില്ല ശരിക്കും. നമ്മളിപ്പോൾ മാംഗ്ലൂർ സെൻട്രലിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് നേരെ മഡ്ഗാവിൽ നിന്ന് മാംഗ്ലൂരിലേക്ക് ട്രെയിൻ പിടിച്ചു. പാസഞ്ചർ ട്രെയിൻ കിട്ടി. പാസഞ്ചർ ട്രെയിനിൽ ഇപ്പോൾ നമ്മൾ മാംഗ്ലൂരിൽ ഇറങ്ങി. ഇവിടെ ഇപ്പോൾ സമയം 9:15 എത്തി. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 11:45 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഡയറക്റ്റ് പോകുന്നത് ഷൊർണൂറാണ്. ഷൊർണൂരിൽ ഒരു 4:45 ആ ഒരു ടൈമിൽ എത്തുന്ന പറയണേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഗൈസ് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്തി, എറണാകുളത്തെത്തി. ഇപ്പോൾ ഇവൻ മെട്രോയിൽ പോകും, ഞാൻ ഇവിടുന്ന് ബസ് വിളിച്ച് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഗോവ ട്രിപ്പ് നിർത്തുകയാണ്. എന്തായാലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. നൈറ്റിലൊരു അനുഭവമാണ്. ഓക്കെ, താങ്ക് യു.